നമസ്കാരം. സച്ചിൻ ദേവ് എംഎൽഎക്ക് മന്ത്രി കസേര അങ്ങ് അടുത്ത് നിൽക്കുകയായിരുന്നു. ഏതാണ്ട് തൊട്ടില്ല എന്ന രീതിയിൽ. ഒടുവിൽ സച്ചിൻ സഖാവിനെ വെട്ടി OR കേളുവാണ് മന്ത്രിസഭയിലേക്ക് എത്തിയത്. ആര്യ ചേച്ചി വന്ന് കയറിയതിൽ പിന്നെ സച്ചിൻ സഖാവിന് വെച്ചടി കയറ്റമാണ്. ആദ്യം ബസ് തടഞ്ഞ് നാട്ടാരുടെ തന്തയ്ക്ക് വിളികേട്ടു. ഇപ്പോൾ കിട്ടുമെന്ന് കരുതിയ മന്ത്രി കസേരയും പോയി. മുഹമ്മദ് റിയാസും സംഘവും സച്ചിനെ മന്ത്രിയാക്കാൻ പിടിച്ച പിടിയാലെ നിൽക്കുകയായിരുന്നു. പിണറായി വിജയൻ പച്ചക്കൊടി കാണിക്കുമെന്നാണ് റിയാസ് പക്ഷം കരുതിയത്. പക്ഷേ OR കേളുവിനു വേണ്ടി മുതിർന്ന നേതാക്കൾ വാദിച്ചതോടെ മുക്കിന് അവിടെ വോയിസ് ഇല്ല എന്നുള്ളതായി. അല്ലെങ്കിൽ തന്നെ പിണറായിസത്തിന്റെ കൊമ്പ് ലേശം ഒടിഞ്ഞിട്ടുണ്ട്. അതിന്റെ ആദ്യ തെളിവാണ് കേളുവിനെ മന്ത്രിയാക്കിയ നടപടി. സച്ചിൻ ദേവിനെ മന്ത്രിയാക്കണമെന്ന് റിയാസ് പക്ഷം വാദിച്ചപ്പോൾ മുതിർന്ന നേതാക്കൾ ശക്തമായി എതിർത്തുവെന്നാണ് വിവരം. കാരണം ജനങ്ങൾക്കിടയിൽ പാർട്ടി വെറുക്കപ്പെട്ടു നിൽക്കുമ്പോൾ മന്ത്രി കസേരയിൽ ഒരു ജനകീയ മുഖം വേണ്ടേ? സച്ചിൻ ദേവിനെ മലയാളികൾക്ക് കണ്ടുകൂടാ. ആര്യയും സച്ചിനും കൂടി KSRTC ബസ് തടഞ്ഞതും തുടർന്നുണ്ടായ കോലാഹലങ്ങളും വലിയ വിവാദത്തിലാണ് തിരികൊളുത്തിയത്. ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് മേയറും ഭർത്താവും ചെയ്തത്. ഈ അവസരത്തിൽ സച്ചിനെ മന്ത്രിയാക്കിയാൽ അത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യം തന്നെയാണെന്ന ബോധം നേതാക്കൾക്കുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ആര്യ ചേച്ചിയുടെ കയ്യിലിരിപ്പാണ് സച്ചിന് മന്ത്രി കസേര പോകാൻ കാരണമെന്നാണ് ചർച്ച. അല്ലെങ്കിൽ റിയാസ് പരിപൂർണ പിന്തുണ കൊടുത്തിട്ടും സച്ചിനെ ഒരു തരത്തിലും പിന്തുണയ്ക്കാൻ നേതാക്കൾ തയ്യാറായിട്ടില്ല. സച്ചിന് മന്ത്രി കസേര പോയതോടെ യദു പൊട്ടിച്ചിരിക്കുന്നുണ്ടാകണം. ചില്ലറ അഭ്യാസമൊന്നുമല്ലല്ലോ ഈ കേസിൽ യദുവിനെ കൊടുക്കാൻ ഭാര്യയും ഭർത്താവും കൂടി അധികാരം ഉപയോഗിച്ച് ചെയ്തു വെച്ചതൊക്കെ. ആര്യയുടെ ധാർഷ്ട്യം കേരളം പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ ബസ് തടഞ്ഞ് കാട്ടിക്കൂട്ടിയത് കേരളം ഒരിക്കലും മറക്കില്ല. CPM-കാരിയാണ് എന്നതിന്റെ സകല ധാർഷ്ട്യവും അവരുടെ മുഖത്തും ചെയ്തികളിലും ഉണ്ടായിരുന്നു. അതിന്റെ പണിയാണ് മലയാളികൾ എല്ലാവരും ചേർന്ന് കൊടുത്തത്. സച്ചിന് കൈയകലത്ത് നിന്ന് മന്ത്രി കസേര പോയി. ഇനിയൊരു തിരഞ്ഞെടുപ്പിൽ ജയിച്ച് CPM അധികാരത്തിൽ വരാൻ എത്ര കാലമാണ് കാത്തിരിക്കേണ്ടത്? അധികാരത്തിൽ വരുമോ എന്ന് ഉറപ്പുമില്ല. മന്ത്രി കസേര കിട്ടിയാൽ ഊട്ടിയായിരുന്നു. പക്ഷേ ഫലം ചട്ടിയായി പോയി. ജനകീയനായ ഒരാൾ മന്ത്രി കസേരയിൽ വരണമെന്ന ചർച്ച വന്നതോടെ സച്ചിനും ശ്രീനിജനും കടക്ക് പുറത്തായി. ആര്യയുടെ കൂടെ കൂടിയിട്ട് സച്ചിൻ സഖാവിന് വെച്ചടി കയറ്റമല്ല, സത്യത്തിൽ വെച്ചടി ഇറക്കമാണ്. ആ കയറ്റം എന്നുള്ളതിനെ നിങ്ങൾ ഇറക്കമെന്ന് തന്നെ വായിച്ചെടുക്കണം. മാനന്തവാടി MLA മന്ത്രിയാക്കാനുള്ള തീരുമാനം CPM സംസ്ഥാന നേതൃത്വമാണ് എടുത്തത്. സീനിയോറിറ്റി പരിഗണിച്ചായിരുന്നു ഈ തീരുമാനം. പട്ടികജാതി ക്ഷേമ മന്ത്രിയായി കേളു ചുമതലയേൽക്കും. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും കൂട്ടരും സച്ചിൻ ദേവിനെ മന്ത്രിയാക്കാൻ വലിയ വാദങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കപ്പെട്ടില്ല. വയനാട്ടിൽ നിന്നുള്ള CPM-ന്റെ ആദ്യ മന്ത്രി കൂടിയാണ് കേളു. CPM കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സും കേളുവിന് അനുകൂലമായിരുന്നു. ഈ സാഹചര്യമാണ് കേളുവിനെ മന്ത്രിയാക്കുന്നത്. പട്ടികവർഗ ക്ഷേമ വകുപ്പാകും കേളു കൈകാര്യം ചെയ്യുക. രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പ് VN വാസവനും പാർലമെന്ററി കാര്യം MP രാജേഷും കൈകാര്യം ചെയ്യും. വയനാട് ജില്ലയിൽ നിന്ന് CPM സംസ്ഥാന സമിതിയിലെത്തിയ ആദ്യ പട്ടികവർഗ നേതാവ് കൂടിയാണ് OR കേളു. കുറിച്യ സമുദായക്കാരനായ കേളു പട്ടികവർഗ പിന്നാക്ക ക്ഷേമം സംബന്ധിച്ച നിയമസമിതിയുടെ ചെയർമാൻ കൂടിയാണ്. 2 പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ കേളു സജീവ സാന്നിധ്യവുമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ മനസ്സിലാക്കി CPM മന്ത്രിയെ ഒടുവിൽ നിശ്ചയിക്കുകയായിരുന്നു. വിവാദരഹിത പൊതുജീവിതമാണ് കേളുവിന്റെ കരുത്ത്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി മുമ്പോട്ട് വയ്ക്കുന്ന പേരിനെ കൈയടിച്ച് അംഗീകരിക്കുന്ന പതിവാണ് CPM നേതൃത്വത്തിൽ കണ്ടുവരാറുള്ളത്. ഇത്തവണ അത് മാറി. പാർട്ടിക്ക് അപ്പുറത്തുള്ള പൊതു സ്വീകാര്യതയും 2 തവണ MLA ആയ പരിഗണനയുമാണ് OR കേളുവിനുള്ള മുൻതൂക്കം നൽകിയത്. CPM-ന് MLA ആയി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് OR കേളു മാത്രമാണുള്ളത്. പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള KM സച്ചിൻ ദേവ്, A രാജ, K ശാന്തകുമാരി, PV ശ്രീനിജൻ, PP സുമോദ്, MS അരുൺകുമാർ, OS അംബിക എന്നിവരെയും മന്ത്രിയാകാൻ പരിഗണിച്ചു. ഇവരിൽ 2 തവണ സാമാജികനായത് OR കേളു മാത്രമാണ്. 2 വർഷം മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന പാർട്ടി നയം വെച്ച് നോക്കിയ OR കേളുവിനെ ഇനി മത്സരിക്കാനും സാധിക്കില്ല. ഇതെല്ലാം കേളുവിനെ മന്ത്രിയാക്കി. വയനാട് ജില്ല രൂപീകരിച്ചത് തങ്ങളാണെന്ന് അഭിമാനപൂർവ്വം അവകാശപ്പെടുന്ന CPM-ന് നാളിതുവരെ വയനാട്ടിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടായിട്ടുണ്ടായില്ല. മന്ത്രിയില്ലാത്ത ജില്ലയിൽ നിന്നുള്ള ഭരണപക്ഷത്തെ ഏക MLA-ക്ക് മന്ത്രിസഭയിലേക്ക് വഴി തുറക്കുന്നത് CPM പ്രതീക്ഷയോടെ കാണുന്നുമുണ്ട്. മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയെ അട്ടിമറിച്ച് പട്ടികവർഗ സംവരണ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തിയ കേളു MLA പദവിയിൽ ഇത് 2ാം തവണയാണ്. ഭരണപരിചയവും ഉണ്ട്.
3 തവണ തിരുനെല്ലി പഞ്ചായത്തിലേക്കും 1 തവണ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലേക്കും വിജയിച്ച കേളു തിരഞ്ഞെടുപ്പ് രംഗത്ത് പരാജയമറിയാത്ത നേതാവ് കൂടിയാണ്. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ആദിവാസി ക്ഷേമ സമിതി സംസ്ഥാന പ്രസിഡന്റുമാണ്. CPM പ്രതിനിധികളിൽ പട്ടിക വിഭാഗത്തിൽ നിന്ന് നിയമസഭയിൽ രണ്ടാമതുമെത്തിയ ഏക MLAയും OR കേളുവാണ്. ആദിവാസി അധികാർ രാഷ്ട്രീയ മഞ്ച് അഖിലേന്ത്യാ കമ്മിറ്റി അംഗം, SC/ST നിയമസഭാ സമിതി ചെയർമാൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന കേളു 10 വർഷം തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. എന്തായാലും സച്ചിൻ ദേവിന്റെ മന്ത്രി കസേര നഷ്ടം അത് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. ഇനി ഭാവിയിൽ ഏത് കാലത്താണ് ഒരു മന്ത്രിയൊക്കെ ആവാൻ കഴിയുന്നത് സച്ചിൻ ദേവിന്? സച്ചിൻ ദേവും ആര്യ രാജേന്ദ്രനും തമ്മിൽ ഇപ്പോൾ തന്നെ അഭിപ്രായ ഭിന്നത ഉടലെടുത്തിട്ടുണ്ട്. ആര്യ രാജേന്ദ്രന്റെ ഈ ആന മണ്ടത്തരങ്ങൾക്ക് കൂട്ടുനിന്നതാണ് സച്ചിൻ ദേവിന് ഈ തിരിച്ചടി ഉണ്ടാവാൻ കൂടി കാരണം. ഇരുവരും തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. കാരണം അത്ര അടുത്തായിരുന്നു സച്ചിൻ ദേവിന് മന്ത്രി കസേര ഉണ്ടായിരുന്നത്. അതാണ് തട്ടിത്തെറിച്ചു പോയത്, അതും സ്വന്തം ഭാര്യയുടെ നിർബന്ധ ബുദ്ധി പ്രകാരം. അതുകൊണ്ട് സച്ചിൻ ദേവിന് അടക്കാനാവാത്ത കലി ഇപ്പോൾ ആര്യയോടുണ്ട്. നന്ദി.